നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ ചരിത്ര പ്രസിദ്ധമായ വിധികൾ പലതുമുണ്ട് ബോംബെ ഹൈക്കോടതിയിൽ. അദ്ദേഹം ബോംബെയിലെ കലാസാംസ്കാരിക രംഗവുമായിട്ട് കൂടി അല്പം അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അശോകൻ, ശരി, അദ്ദേഹം എത്തിയിട്ടില്ല. എന്നാൽ ഒരിക്കൽ കൂടി ഈ കലാഭവൻ മണി സ്മാരക അവാർഡ് വിജയിപ്പിക്കുവാൻ സവിനയം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റു പരിപാടികളിലേക്ക് കടക്കുകയാണ്. പാടണ പാട്ടുണ്ടാർന്നി ആ നാട്ടിൽ തണലുണ്ടാർന്നി മൺവഴിയിൽ മരമുണ്ടാർന്നി മരമൂട്ടിൽ കളിച്ചിരി പറയാ ചങ്ങാതികൾ നൂറുണ്ടാർന്നി. ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം പറച്ചിലുകൾ ആർക്കും. Retired Justice Prakash Naik is a notable figure in India's judicial system, particularly in the Bombay High Court, where he served with distinction. Throughout his career, he earned respect for his adherence to law, his judicious understanding of legal principles, and his commitment to justice. പാട്ടുകൾ കൊണ്ട് നമ്മളെ ഏറെ രസിപ്പിച്ചിരുന്ന Sir, look camera, sir, look camera. Sir, look camera. കുഞ്ഞു സംസാരത്തിൽ കുറച്ച് കഴിയുമ്പോൾ നടുവിനാവോ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എന്തായാലും മലയാള സിനിമയിലെ നടന്മാരൊക്കെ സംശയത്തിന്റെ മുനയിലിരിക്കുന്ന സമയമാണ്. കാരണം അവരൊക്കെ നോക്കുന്നത് തന്നെ ഒരു കുഴപ്പക്കാരൻ വന്നു എന്നുള്ള രീതിയിലാണ്. ഏതായാലും അങ്ങനെയൊന്നും അല്ല കേട്ടോ. പ്രത്യേകിച്ച് മലയാള സിനിമയിലുള്ളവർ വളരെ പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള അത് കുഴപ്പക്കാരൊക്കെ ഉണ്ടാവുന്നുണ്ടൊക്കെ അതെല്ലായിടത്തും ഉണ്ടല്ലോ. അത്രയൊക്കെ ഉണ്ട്. മലയാളത്തിലെ നടന്മാരെയും നടികളെയൊക്കെ പറ്റിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. Kalabhavan Mani Commemorative Award Ceremony is being celebrated today. In the presence of the dignitaries on the dais and all of you who are gathered at this gathering. Mr. Lal, the actor and director, Mr. Gopkumar Pillai, the Secretary of People Art Society, Mr. Ashokan, the Special Representative of Mathrubhumi, the other members of People's Art Society, the organizers, and my dear friends. People's Art Society is an organization which is known to me since last more than 10 years. Yes, sir. Mic
നടക്കുന്ന വാച്ച് വാങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇല്ല. അപ്പൊ വാച്ച് വെറുതെ പിന്നെ അതൊക്കെ വേണ്ട. ഞാൻ പറഞ്ഞു ശരി അയ്യോ അച്ഛക്ക എന്നോട് സ്റ്റേജിൽ നിന്ന് വാച്ച് എന്ന് വാങ്ങിയെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഒരു കുഞ്ഞ് സമ്മാനം കേട്ടോ. അതൊക്കെ വലിയൊരു സംഗതി ഒന്നുമല്ല. എന്തായാലും ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും പരസ്പരം അറിയുന്ന ഈ സദസ്സിലെ മഹനീയരായ എല്ലാ കലാസ്വാദകർക്കും മനോഹരമായ ഓണാഘോഷം വേളയിൽ ഈ എളിയ കലാകാരന് ഹൃദയം തൊട്ട ഒരു ഓണ നമസ്കാരം. ഞാൻ ഇത്രയും മലയാളം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്ന സദസ്സിലില്ല. അവിടെ മൊത്തം നിങ്ങൾക്ക് അവിടെ നിന്നാൽ സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും. ഹിന്ദി അറിയെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ. ഒരു കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും പാടാണ് ഹിന്ദി അറിയാൻ പാടില്ലെങ്കിൽ. അതവസ്ഥ. ഞാനൊക്കെ മിമിക്രി പരിപാടിയിൽ തന്നെ മാറ്റം വരുത്തി തുടങ്ങി. തിലകൻ ചേട്ടനൊക്കെ ഈ അച്ഛനൊക്കെ തടയിടാൻ അവസാനമൊക്കെ മാറ്റിയിട്ട് ഞങ്ങളൊക്കെ പെരുമ്പാവൂര് അങ്ങനെ ആക്കേണ്ടി വരികയാണ്. മൊത്തം അവര് ബംഗാളികളുടെ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ നമ്മുടെ നാട് ഓണം കഴിഞ്ഞു. ആന്ധ്രയിൽ നിന്ന് അരി വന്നു, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വന്നു, കർണാടകത്തിൽ നിന്ന് വാഴയില വന്നു, നമ്മൾ ഉണ്ടു. I must appreciate that People's Art Center has organized this function and Kala Bhavan Mani award ceremony. He himself was a great artist, and in his memory this ceremony has been conducted by People's Art Center. I congratulate all those award winners to whom we have awarded in today's function, and I hope this People Art Center will continue to host such functions in future. Thank you. Sir, what do you like to say about today's function and Gokumar Pillai Ji Expo? This is a 1067th event. ഒരുപാട് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇത്. കാരണം ഇതൊരു സാമ്പത്തിക ബെനിഫിറ്റ് കണ്ടിട്ടുകൊണ്ടുള്ള ഒരു ബിസിനസ് പരിപാടിയല്ല ഇത്. ഈ പരിപാടികള് സാമ്പത്തികമായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുമല്ലേ, കുറെ പൈസ ഇറക്കാന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല എന്നെനിക്ക്. പക്ഷെ കലാകാരന്മാരോടുള്ള സ്നേഹം, കലയോടുള്ള സ്നേഹം, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഗോപകുമാറിന്റെ മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ആ ഒരു ഇഷ്ടം വർഷങ്ങളായിട്ട് ഗോപകുമാറുമായിട്ട് ഉള്ളത് കൊണ്ടിട്ടും അത് മനസ്സിലാക്കുന്നത് കൊണ്ടിട്ടുമാണ് ഗോപകുമാർ വിളിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. मेरा कहने का मतलब ऐसा है कि इस किस्म की जो प्रोग्राम है बम्बई में कई सालों से आयोजित किया जाता है, लेकिन इसमें क्या है, कुछ लोगों की सहभाग अच्छा है लेकिन कुछ लोग हमसे दूर भी हो जाते हैं. लेकिन इस किस्म की जो प्रोग्राम है बहुत कम मुंबई में आयोजित किया जाता है, क्योंकि ये जो है केरला के चारों ओर से एक कोने से लेकर दूसरे कोने तक के कलाकारों को इसमें जमा किया गया. तो उस हिसाब से हम देखा जाएगा तो ये बहुत बड़ी सक्सेसफुल प्रोग्राम है. लेकिन आर्थिक दृष्टिकोण से देखेगा कुछ भी नहीं है, बहुत बड़ी नुकसान है. लेकिन कला के रूप में देखेगा ये बहुत बड़े सक्सेसफुल प्रोग्राम है. अभी 1067th इवेंट हो रहा है, तो वो कैसा लग रहा है? इतना लंबा जर्नी आपने कंप्लीट किया. अभी देखिए मेरा 75 साल की उम्र है, उसमें जर्नी जितनी भी लंबे देते रहेगा, जब तक रहेगा तब तक कुछ ना कुछ प्रोग्राम करते रहेंगे. उसमें कोई भाषा नहीं, कोई देश नहीं, कुछ नहीं, हर किस्म का प्रोग्राम हम करते रहेंगे. अभी हमारा जो है फरवरी में छत्रपति शिवाजी महाराज पुरस्कार आ रहा है. अभी नेशनल अवार्ड विनर जो अपना शेट्टी साहब है, उनका एक सम्मान का प्लानिंग कर रहा है. कुछ ना कुछ तो होते रहेगा. तो हम कहाँ तक हम जाएंगे देखें जाएंगे. तो उसमें मलयालम अवार्ड बहुत समय बाद आपने किया है. नहीं, अभी मेरा ख्याल से एक 7-8 साल के बाद में, बीच में क्या है ये इसके वजह से कम करते नहीं था. मलयाली ऑडियंस बहुत कम है बॉम्बे में अभी, पहला जैसा नहीं था. पहले हमारा हर महीने में 15-20 प्रोग्राम होते थे मलयालम में. इतना काफी प्रोग्राम होते थे, लेकिन अभी काफी कम हो गए. All the best. Thank you so much.